നമസ്കാരം, എല്ലാവർക്കും വിൻമേ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു സ്വീറ്റാണ്, പാൽ കേക്ക്. അപ്പോൾ അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തെല്ലാം നോക്കാം. ഒരു 1.5 കപ്പോളം ഗോതമ്പ് പൊടി, ആട്ടപ്പൊടി നമുക്ക് വേണം. പിന്നെ 1 കപ്പ് വെള്ളം, ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചത്, ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു പിഞ്ച് ഏലക്കായ് പൗഡർ, ഒരു പിഞ്ച് ഉപ്പ്, ഒരു മുട്ട, ഒരു 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ, 2 ടേബിൾ സ്പൂൺ നെയ്യ്, പിന്നെ ഒരു 1/2 കപ്പ് പഞ്ചസാര നമുക്ക് ലായനിയാക്കാൻ വേണ്ടിയിട്ട് വേണം. ഇത്രയാണ് ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ. ഇതിൻ്റെ കൂടെ വറുക്കാൻ ആവശ്യമായ ഓയിലും. ആദ്യം മാവ് ഒന്ന് കുഴച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് പൊടിച്ച പഞ്ചസാരയും ഉപ്പ്, ഏലക്കായ് പൗഡർ, പിന്നെ ഒരു മുട്ട നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നമുക്ക് മാവ് ഒന്ന് കുഴച്ചെടുക്കാം. ഈ മുട്ടയിലേക്ക് എല്ലാം ഇട്ടിട്ട് ഗോതമ്പ് പൊടിയും മിൽക്ക് പൗഡർ, ബേക്കിംഗ് സോഡ, പിന്നെ 2 ടീസ്പൂൺ നെയ്യും ഇത്ര എടുത്ത് നന്നായിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഇതിന് കൂടെ ചിലപ്പോൾ നമുക്ക് ആട്ടപ്പൊടീൻ്റെ ആവശ്യം വരും, ചിലപ്പോൾ വെള്ളം കൂടിപ്പോവും അല്ലെ കുറഞ്ഞു പോവും. അത് നമ്മളെ മാവിനൊരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ നമുക്കിത് കുഴച്ചെടുക്കുക വേണ്ടത്. അങ്ങനെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം. മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പ്ലേറ്റിൻ്റെ മുകളിൽ തന്നെ വെച്ചിട്ട് പരത്തുന്നതാണ്. നമുക്കൊന്ന് ചെറിയൊരു കനത്തിൽ തന്നെ പരത്തിയെടുക്കാം. അപ്പോൾ ഇതുപോലെ പരത്തി എടുത്തിട്ടുണ്ട് ഞാൻ. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഈ ഒരു കനത്തിൽ തന്നെ നമ്മൾ ഈ ഒരു സൈസിൽ നമ്മൾ മുറിച്ചെടുക്കണം. നമ്മൾ കളിയായിട്ടോ നമുക്ക് ഏത് ഷേപ്പിൽ വേണം. ഇത് പാൽ കേക്ക് സാധാരണ ഈ ഷേപ്പിലാണ് ഉണ്ടാവുക. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ വേണമെങ്കിലും ആക്കാം. ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് ഞാൻ. ഇനി നമുക്ക് ഇതൊന്ന് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം. ചൂടാകുമ്പോഴത്തേക്ക് നമുക്കിവിടെ പഞ്ചസാര പാനിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട്. 1/2 കപ്പ് പഞ്ചസാരയിൽ ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതൊന്ന് മെൽറ്റായി വരട്ടെ. പാനിയുടെ റെഡി ആയിട്ടുണ്ട്. നല്ലോണം നൂൽപ്പരുവോ അങ്ങനെ നോണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് നല്ലോണം അലിഞ്ഞ് കുറച്ചൊരു തിക്കായി വന്നാൽ മതി. നമുക്ക് ഫ്ലെയിം കുറച്ച് വെക്കാം. ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കണ്ടില്ലേ, ചെറിയൊരു തിക്കാണെന്നേ ഉള്ളൂ. അങ്ങനെ ഒട്ടിപ്പിടിക്കണമെന്നോ നൂൽപ്പരുവോ ഒന്നും വേണ്ട. അപ്പം നമുക്ക് ഇതിവിടെ ഓഫ് ചെയ്യാം. ഇനി ഈ ചെറിയ ഇത് തണിയുന്നതിലിടക്ക് തന്നെ നമുക്ക് ഫ്രൈ ചെയ്ത ഓരോരോ ഇതും നമുക്കിതിലേക്ക് ഇട്ട് വെക്കാം. അപ്പം ഇത് ഓഫാക്കാം. നമുക്ക് എണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ട്. ഞാനപ്പോൾ അത് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച ഫ്രൈ ചെയ്യേണ്ട ഓരോരോ മിൽക്ക് കേക്കും ഇതിലിട്ട് കൊടുക്കാം. സ്ലോ ഫ്ലെയിമിൽ വേണം. അധികം നമ്മൾ ഫ്ലെയിം കൂട്ടിയിട്ട് വേഗം കത്തിയാൽ ഉള്ളു പോകില്ല. അതുകൊണ്ട് സ്ലോ ഫ്ലെയിമിൽ തന്നെ ഇതാക്കുക. അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഇതുപോലൊരു ബ്രൗൺ കളറായിട്ട് നമുക്ക് അപ്പോഴത്തേക്ക് നല്ലോണം ഉള്ളെല്ലാം വന്നിട്ടുണ്ടാവും. സ്ലോ ഫ്ലെയിമിൽ തന്നെ ഇടവും വേണം. അപ്പോൾ നമുക്ക് ഇനി ഇത് ഡയറക്റ്റ് ആയിട്ട് തന്നെ ചെറിയ ചൂടോടുകൂടിയുള്ള ഈ ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുമായിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. ഡയറക്റ്റ് ഈ സിറപ്പിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. നമുക്ക് നമ്മൾ പാൽ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഷുഗർ സിറപ്പിൽ ഇട്ട് വെച്ചിട്ട് ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മളെ പാൽ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റാണ്. എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. കുട്ടികൾക്കെല്ലാം നല്ല ഇഷ്ടമാവും. അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും എല്ലാം ചെയ്യണേ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും കൂടി വേണം. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.